ബംഗളൂരുവിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതിയുടെ മരണം അത് കൊലപാതകമാണ് സ്ഥിരീകരിക്കുന്നു അന്വേഷണ സംഘം. 34-കാരിയെ കൊന്നത് അയൽക്കാരനായ 18 വയസ്സുകാരൻ. ബംഗളൂരു രാമമൂർത്തി നഗറിലെ സുബ്രഹ്മണ്യ ലേഔട്ടിലെ അപ്പാർട്ട്മെന്റ്, അവിടെ തീപിടുത്തമുണ്ടായതായി കഴിഞ്ഞ ദിവസം കണ്ടു. ആ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ആ ടെക്കി മരിച്ചത് എന്നായിരുന്നു പ്രാഥമികമായിട്ടുള്ള നിഗമനം. ജനുവരി 3-നാണ് 34-കാരിയായ ഷർമിളയെ വാടക വീട്ടിൽ അങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്നാൽ അതൊരു കൊടും ക്രൂരതയുടെ സംഭവമായിരുന്നുവെന്ന് കൂടുതൽ അന്വേഷണത്തിലാണ് ആ ചുരുൾ മുഴുവൻ അഴിയുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തി. അപ്പോഴാണ് അയൽ വീട്ടിൽ താമസിക്കുന്ന കർണൽ ഖുറേ എന്ന 18-കാരനാണ് കൊലപാതകിയെന്ന് പോലീസ് സംഘം തിരിച്ചറിയുന്നത്. എന്തിനാണ് ഈ കർണൽ ഖുറേ ഈ പെൺകുട്ടിയെ കൊന്നത്? ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു ഇയാൾ. അപ്പോൾ ചെറുത്തുനിന്നു ആ പെൺകുട്ടി. അതിനാണ് ആ 18-കാരൻ അവളെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ചോദ്യം ചെയ്യലിൽ കുറെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഫ്ളാറ്റിന്റെ ഉള്ളിലേക്ക് കുറെ കയറിയത്? ജനൽ വഴി അതിക്രമിച്ച് കടന്നു. അതിനുശേഷമായിരുന്നു ബലാത്സംഗ ശ്രമം. ജനുവരി 3-ാം തീയതി രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടി ലൈംഗിക അതിക്രമം ലക്ഷ്യം വെച്ച് സ്ലൈഡ് ചെയ്ത് മാറ്റാൻ കഴിയുന്ന ജനലാണ്. ആ ജനലിലൂടെ സ്ത്രീയുടെ വീട്ടിലേക്ക് ഈ 18 വയസ്സുകാരൻ പ്രവേശിക്കുകയാണ്. യുവതിയെ പിന്നിൽ നിന്നും കടന്നു പിടിച്ചു. ഈ ശ്രമം ചെറുത്തതോടുകൂടി യുവതിയുടെ വായും മൂക്കും ബലമായി പൊത്തിപ്പിടിച്ചു. അപ്പോൾ ആ പെൺകുട്ടി അബോധാവസ്ഥയിലായി. ആ അബോധാവസ്ഥയിലായ സമയത്ത് ആ യുവതിക്ക് രക്തസ്രാവവും ഉണ്ടായി. ഇത് കണ്ട് ആ ചെറുപ്പക്കാരൻ, ആ കൊലയാളി ഭയന്നു. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നീട് യുവതിയുടെ വസ്ത്രങ്ങളും മറ്റെല്ലാം കിടക്കയിൽ വെച്ച് തീയിട്ട ശേഷം ഇയാൾ ആ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇതോടെ അപ്പാർട്ട്മെന്റിൽ മുഴുവനായി തീ പടർന്നു. വിദ്യാർത്ഥിയായിട്ടുള്ള കർണൽ ഖുറേയാണ് കൊല നടത്തിയത് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല നാട്ടുകാർക്ക്. കാരണം അത്രമാത്രം ഡീസന്റ് പയ്യനെന്ന് പറയുന്നു. തൊട്ടടുത്ത് താമസിക്കുന്നവർ പോലും അവർക്ക് ഒരു ഷോക്കാണ് അന്വേഷണ സംഘത്തിന്റെ ಈ കണ്ടെത്തൽ. ಅದೇ ಇದು ನಮಗೂ ಗೊತ್ತಾಯಿತು, ನಮಗೂ ಶಾಕಿಂಗ್ ಆಯಿತು ಆ್ಯಕ್ಚುಲಿ. ಸೊ ತುಂಬ ಡೀಸೆಂಟ್ ಹುಡುಗ ಇದ್ದ. ಅವನು ಪಡಾಯಿತು, ಕಾಲೇಜ್ಗೆ ಹೋಗಿ ಬರ್ತಿದ್ದ, ಇಲ್ಲೇ ಒಂದು ಕಾಲೇಜಲ್ಲಿ ಓದ್ತಾ ಇದ್ದ. ಸೊ ಸಿಂಗಲ್ ಪೇರೆಂಟ್ ಇದ್ದರು ಪಾಪ ಅವರು. ತುಂಬ ಚೆನ್ನಾಗಿ ಓದ್ತಿದ್ದ. ಸೊ ತುಂಬ ಡೀಸೆಂಟ್ ಇದ್ದ ಹುಡುಗ. ಅಷ್ಟೊಂದು ಮಾತಾಡ್ತಿರ್ಲಿಲ್ಲ, ಬಟ್ ತುಂಬ ಡೀಸೆಂಟಾಗಿ ಮಾತಾಡ್ತಿದ್ದ. പ്രതിക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസിനും ആദ്യം ഈ കേസിൽ ഒരു തുമ്പുമുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും തീപിടുത്തമുണ്ടാകുമ്പോൾ പുക, അതേ തുടർന്നുണ്ടാകുന്ന വിഷപ്പുക, ഇത് ശ്വസിച്ച് ആ പെൺകുട്ടി മരിച്ചു എന്നുള്ളതായിരുന്നു ആദ്യ നിഗമനം എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ചില സാഹചര്യ തെളിവുകൾ, ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റൊരാൾ മുഖത്ത് അമർത്തിയ പാടുകൾ, ഇതൊക്കെ കണ്ടപ്പോഴാണ് പോലീസിന്റെ സംശയം ഇയാളിലേക്ക് എത്തുന്നത്. ಬಾಡಿ ಸಿಕ್ಕಿತ್ತು. ಸೊ ಯಾವುದು ಕ್ಲೂ ಇರಲಿಲ್ಲ ಆಗ. ಅದಕ್ಕೋಸ್ಕರ FSL ರಿಪೋರ್ಟ್ಗೋಸ್ಕರ ನಾವು ವಿಸರ ಕಳಿಸಿದ್ದೀವಿ. ಜೊತೆಗೆ ಡಿಟೇಲ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಮಾಡುವಾಗ ನಂತರ ಗೊತ್ತಾಯಿತು ಇದು ಒಂದು ಮರ್ಡರ್ ಕೇಸ್ ಇದೆ. ಇದು ಮರ್ಡರ್ ಒಬ್ಬ PUC ಓದ್ತಾರೋದು ಒಬ್ಬ ವಿದ್ಯಾರ್ಥಿ ಪಕ್ಕದಲ್ಲಿ ಇರ್ತಾರೆ, ಅವ್ರ ಕಡೆಯಿಂದ ಆಗಿದೆ. ಅವರು ಒಪ್ಕೊಂಡಿದ್ದಾರೆ. ಸಸ್ಪೆಷಡ್ ಡೆತ್ತಲ್ಲಿ ಯಾವುದೂ ನಮ್ಮ ಹತ್ರ ಕ್ಲೂ ಇರಲಿಲ್ಲ. ಬಟ್ ನಮ್ಮ ಪೊಲೀಸರು ಒಳ್ಳೆ ಕೆಲಸ ಮಾಡಿ ಇದು ಮರ್ಡರ್ ಕೇಸ್ ഡിറ്റക്ട് ಮಾಡಿ ആരോപിയവർക്ക് അറസ്റ്റ് ಮಾಡಿದರು. ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും അവൻ കൈക്കലാക്കിയിരുന്നു. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറയുന്നു. എന്നാലും ആ നാട്ടുകാർക്ക് വളരെ ഡീസൻ്റായുള്ള ഒരു 18 വയസ്സുകാരൻ വിദ്യാർത്ഥി ഇത്രമാത്രം നടുക്കുന്ന ഒരു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോഴും അവിശ്വസനീയമായി തുടരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.